എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഇഷിത സംഹാര രൂപിണിയായിട്ട് രചനയുടെ മായയുടെ ഒക്കെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ബിപിൻ ദാസിന്റെ ഭാര്യ മായയും രചനയൊക്കെ ചേർന്നുള്ളൊരു ഒത്തുകളിയായിരുന്നു. അവരെല്ലാരും കൂടെ കൂടിയിട്ട് മഹേഷിനെ കുറ്റപ്പെടുത്തിയത്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഇഷിതയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവര് മുൻപ് പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ്. കാരണം ഇഷിത അങ്ങോട്ട് വരുമെന്നും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മായ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് രചന മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് രചന എന്ത് ചെയ്തേ, രചനയുടെ കുറച്ച് ഫ്രണ്ട്സിനെ അതുപോലെ മായേനെ ഒക്കെ വിളിച്ചു വരുത്തി മഹേഷിനെ കുറിച്ച് അപവാദങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ഇഷിതയ്ക്ക് സഹിക്കാവുന്ന കാര്യമാണോ. ഇഷിത പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? മഹേഷ് ഒരു കൊള്ളരുതാത്തവനാണോ? ഇപ്പോഴെന്റെ ഭർത്താവ് മഹേഷ്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. മേലാല് ഇനി ഇത് ആവർത്തിച്ചേക്കല്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇഷിത ദേഷ്യപ്പെടുവാണ്. പെട്ടെന്ന് തന്നെ മായ പറഞ്ഞു, അയ്യോ സോറി, അവന്റെ മഹേഷിന്റെ ഭാര്യയാന്ന് അറിയത്തില്ലായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷിത പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, ഇനി നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇഷിത പുറത്തേക്ക് ഇറങ്ങി വരുക. ഈ സമയത്ത് വിപിൻദാസിന്റെ ഭാര്യ മായ പറഞ്ഞു, പ്രശ്നമാകുമോ രചന എന്ന് ചോദിക്കുവാണ്. എന്ത് പ്രശ്നമാവാനായിട്ട്, ഞാൻ അവളെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ദൈവമേ, ഇതെങ്ങാനും ബിപിൻദാസ് അറിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ, പിന്നെ എന്റെ കാര്യത്തിലൊരു തീരുമാനമായെന്ന് പറയണ. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. മായെ, നീ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ രചന അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മായ പറഞ്ഞു, മഹേഷ് പാവാ, പക്ഷേ എങ്കിൽ രചന പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് മഹേഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. ഒരു പക്ഷേ ആ ഇഷിത ഡോക്ടർ എല്ലാം വിശ്വസിച്ചാന്ന് തോന്നേ. ഇത് കേട്ടതോ ഒരാൾ പറഞ്ഞു, അങ്ങനെ വിശ്വസിക്കാൻ അങ്ങനെ വിശ്വസിക്കാൻ തോന്നില്ല. കാരണം ആ ഡോക്ടർ ഇച്ചിരി ബുദ്ധിയുള്ള കൊടുത്തില്ല. അതുകൊണ്ടല്ലേ സ്വന്തം ഭർത്താവിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേനും കയറി ഇടപെട്ടേന്ന് ചോദിക്കണം. അത് ശരിയാണ്. ഈ സമയം ഇഷതയ്ക്ക് ആ പടെ കലിയളകിയിട്ട് ഇഷത പുറത്തേക്ക് ഇറങ്ങുന്ന അവിടെയെല്ലാം മഹേഷിനെ നോക്കുവാണ്. അവിടെയും കണ്ടില്ല. പിന്നെ മുറിയുടെ ഇലയുടെയൊക്കെ പോയി നോക്കി, എവിടെയും കണ്ടില്ല. ഇത് എങ്ങോട്ട് പോയി? ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മാത്രം മതി, ഒന്നും വേണ്ട, വരേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഇഷിതയുടെ മനസ്സിലേക്ക് വരിക. പിന്നീട് ഇഷിത പുറത്തു വന്ന് നിൽക്കുന്ന സമയത്ത് രചന അങ്ങോട്ടേക്ക് വന്നു. രചന പറഞ്ഞു, ഇഷിത എന്ത് പറ്റി? ഇഷിതയ്ക്ക് വിഷമമായെന്ന് ചോദിക്കുക. അവരങ്ങനെയൊക്കെ പറഞ്ഞാല് എന്ത് വിഷമം? അവര് പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമവും ഇല്ലെന്ന് പറയാണ്. ഇതേ എനിക്കറിയാവുന്ന കാര്യമാ, മഹേഷിന് സ്നേഹിക്കാൻ അറിയാവുന്ന. അവര് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മഹേഷിന് രചനേനെ പ്രാണനായിരുന്നെന്ന്. മഹേഷിന് പ്രണയമായിരുന്നത് രചനയോട്. അപ്പൊ പിന്നെ രചനയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ മഹേഷിന് പ്രണയിക്കാൻ അറിയാവോ ഇല്ലയെന്നൊക്കെ. ഇപ്പൊ ഞാനും മഹേഷും തമ്മിൽ പ്രണയത്തിലാന്ന് ഇഷിത പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രചനയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പെട്ടെന്ന് രചന പറഞ്ഞു, ഇഷിത പറയുന്നോണ്ടൊന്നും തോന്നരുത്. മഹേഷ് എന്ന് പറഞ്ഞ ആരാന്ന് ഇഷിതയ്ക്ക് ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. മഹേഷ് ഇപ്പം ഇഷിതനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണെന്നറിയാവോ? ചിപ്പിമോൾക്ക് വേണ്ടി മാത്ര, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, ആണോ? അതുപോലെ തന്നെ ഞാനും ചിപ്പിമോൾക്ക് വേണ്ടി മാത്ര അവൻ മഹേഷുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതുപോലും. പിന്നീട് രചനയ്ക്ക് എന്ത് മറുപടി പറയാൻ നടത്തില്ല. ഇവള് ഓരോ ചോദ്യത്തിനും അടിച്ചിരുത്തുവാണ്. പിന്നീട് രചന പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യ, ഇഷ്ടതയ്ക്ക് ഇനിയും സമയമുണ്ട്, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, രക്ഷപ്പെടാൻ നോക്ക്. മഹേഷിന്റെ സ്വഭാവം ശരിയല്ലെന്ന് അവരൊക്കെ പറയുന്ന കേട്ടല്ലേന്ന് ചോദിക്കോ. ഓ അങ്ങനെയാണോ? എന്തായാലും ഞാൻ രക്ഷപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് എത്ര രക്ഷപ്പെടണമെന്ന് നിർബന്ധമില്ല. മഹേഷിന്റെ ഭർത്താവാണ്. എന്റെ കഴുത്തിൽ ഈ താലി കിടക്കുന്നിടത്തോളം കാലം മഹേഷിനെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. പിന്നെ മഹേഷിന് ഇനി അങ്ങനെ എന്തേലും ദുർസ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ട ഭാര്യയായി എന്റെ കടമയാണ്. അത് ഞാൻ മാറ്റിയെടുത്തോളാന്ന് പറയാം. പിന്നെ രജനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ, മഹേഷിന് സ്നേഹിക്കാൻ അറിയാം, പ്രണയിക്കാൻ അറിയാന്നൊക്കെ. പിന്നെ രജനി ഇനിയിപ്പോ കൂടുതൽ പറയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. രചന പറഞ്ഞു, അല്ല അത് പിന്നെ ഇഷിത ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി കൂടുതലൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ഇഷിത പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ മഹേഷ് ഫ്രണ്ട്സിനോടൊപ്പം നിന്ന് മദ്യപിക്കുന്നുണ്ട്. ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് ഒട്ടും സഹിച്ചില്ല. ഇഷിത എന്നിട്ട് പറഞ്ഞു, നമുക്ക് പോവാന്ന് പറയണം. പെട്ടെന്ന് മഹേഷ്, പോകാനോ? എന്താ? അല്ല ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയണം. ഇതെന്താ വന്നല്ലേ ഉള്ളൂ, പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, എനിക്കിനി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പോണെന്ന് പറയണം. ആ സമയം ആകാശ് രചനയുടെ അടുത്തേക്ക് ഇല്ലുവാണ്. ചെന്നിട്ട് ചോദിച്ചു, എന്തായ കാര്യങ്ങളൊക്കെ? നമ്മൾ പറഞ്ഞ പോലെ അല്ലേ ഓക്കെ എന്ന് ചോദിക്കാം. എവിടെന്ന്? അവളൊന്നും വിശ്വസിച്ചിട്ടില്ല എന്ന് പറയണം. വിശ്വസിച്ചിട്ടില്ലേ? ഇല്ല, അവളുടെ സ്വഭാവം വേറെയാ, അവളൊന്നും വിശ്വസിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും. കാരണം അവളുടെ മനസ്സിൽ ഇപ്പൊ മഹേഷിന് ഒരു സ്ഥാനം ഉണ്ടെന്ന് തോന്നേ. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, അങ്ങനെ ആദ്യത്തെ ബോംബ് പൊട്ടിക്കാൻ തരുന്നിട്ട് ചീറ്റി പോയെന്ന് ചോദിക്കാം. അത് ചീറ്റിപ്പോയ ലക്ഷണം കാണുന്നുണ്ട്. പക്ഷേ എത്രയൊക്കെയെന്ന് പറഞ്ഞാലും അവൾ പിന്നീടൊന്ന് ചിന്തിക്കും.
അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോഴത്തേനും ഒരു പക്ഷെ മഹേഷിനെ അവൾ കുറ്റപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴാദ്യത്തെ ഒരു തീപ്പരി അവളുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആളി കത്തിക്കോളൂ അവിടെ കിടന്ന് എന്ന് രചന പറയാം. ഇത് കേട്ടത് ആകാശം പറഞ്ഞു, മതി, ഇത് മതി, ഇനി പതുക്കെ പതുക്കെയാണ് ആളി കത്തിക്കോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, മഹേഷിനോടൊപ്പമാണ് ഇഷിത ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞെല്ലാം കള്ളത്തരമാണ് എന്ന് രചന ആകാശനോട് പറയാം. അത് പിന്നത്തെ കാര്യല്ലേ, മിക്കവാറും കണ്ടോ, അധികം വൈകാതെ തന്നെ ഇഷിത ഈ മഹേഷ് ചന്ദ്രനെ ഉപേക്ഷിച്ചിട്ട് പോകും. ആ ഒരു കാഴ്ചക്ക് വേണ്ടിയിട്ടാ നമ്മൾ കാത്തിരിക്കണേന്ന് പറയണം. പിന്നീട് ആകാശനോട് രചന പറഞ്ഞു, ബാ നമുക്ക് അകത്തേക്ക് പോകുന്ന പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് മഹേഷ് ബിമിദാസിന്റെ അടുത്ത് നിന്ന്, അതെ ഞങ്ങൾ ഇറങ്ങിയേക്കോന്ന് പറയണം. അല്ല നിങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല, അത് പിന്നെ എന്തോ പെട്ടെന്ന് പോണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പോണെന്നാ? അതെന്താ മഹേഷേ, അതെന്ത് പരിപാടിയാ എന്ന് ചോദിക്കുകയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യ പറഞ്ഞ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അവൾക്ക് എന്തോ അർജന്റ് ഉണ്ടെന്ന്, അതുകൊണ്ട് പെട്ടെന്ന് പോണെന്ന് പറഞ്ഞു. ശരിയെന്നാ ആയിക്കോട്ടെ എന്നൊക്കെ പറയണ്ട്. അങ്ങനെ അവര് പെട്ടെന്ന് തന്നെ പോരുവാണ്. അവിടെ കുറെ സമയം നിന്നില്ല. ഈ സമയത്ത് മഹേഷ് 4 കാലിലായിട്ടുണ്ടായിരുന്നു. മഹേഷിന് ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റുമായിരുന്നില്ല. തിരികെ വന്ന സമയത്ത് ഇഷിതയാണ് ഡ്രൈവ് ചെയ്തത്. മഹേഷ് ഇങ്ങനെ ആടിയാടി വണ്ടിക്കകത്തിരിക്കുവാണ്. ഇഷിതയ്ക്കാണ് വല്ലാത്തൊരു വിങ്ങലായിരുന്നു. കാരണം അവിടെ ചെന്നപ്പോൾ മുതൽ മഹേഷ് അവോയ്ഡ് ചെയ്യുക. പക്ഷെ മഹേഷിന്റെ മനസ്സിലുള്ള വേദന എന്താന്ന് ഇഷിതയ്ക്ക് അറിയില്ലായിരുന്നു. ഇതിനു മുമ്പ് അവിടെ വന്ന സമയത്ത് രചനയുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രചന ആകാശം തമ്മിൽ ഒന്നിച്ച് നിൽക്കുന്ന കിസ് ചെയ്യുന്ന സീനൊക്കെ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മഹേഷ് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മഹേഷ് നിയന്ത്രണം തെറ്റി മദ്യപിച്ചത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇഷിതയ്ക്ക് അറിയില്ലല്ലോ. അനിശ്ചിത പോരുന്ന വഴിക്ക് പറഞ്ഞു, ഏത് സമയത്താണോ പോരാൻ തോന്നിയത്, വരേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നു, വെറുതെ അല്ല എന്ന് പറയാണ്. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, എന്ത്? അല്ല നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പിടിച്ചിട്ട് ആദ്യം തല്ലാനായിട്ട്. നിങ്ങൾ വെഡിങ് ആനിവേഴ്സറിക്ക് വിളിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ എവിടെ കിടന്ന് മദ്യപിച്ച് ലെക്ക് കേട്ട് കൂത്താടാനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളോടൊപ്പം ഞാൻ വരില്ലായിരുന്നു പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, പിന്നെ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഇത്തിരി മദ്യപിക്കുന്നതാണോ പ്രശ്നം? ഇത്തിരിയാണ് കുഴപ്പമില്ല മഹേഷേ, ഇപ്പൊ ഇത്തിരിയൊന്നും അല്ലല്ലോ. നിങ്ങൾ വലിയ കമ്പനിയുടെ സിഇഒ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അതൊരിക്കലും ആർക്കും ചേരാത്ത പ്രവൃത്തിയാന്ന് പറയാണ്. പിന്നീട് ഇഷതയ്ക്ക് നല്ല ദേഷ്യം വന്നു. ഇഷതവർത്തിന് ഇപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മദ്യലഹരിയിലല്ലേ, പറഞ്ഞാലും തലയിലേക്കൊന്നും കയറാനായിട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. ആ സമയം ചിപ്പിമോള് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ചിപ്പിമോള് ഓടി ചെല്ലുവാണ്. അമ്മയെന്നും പറഞ്ഞിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി ഒക്കെ? കൊള്ളായിരുന്നു പറയണം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനുശേഷമാണ് മഹേഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മഹേഷ് പതൊക്കെ കയറി വരണമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ചിപ്പിമോൾ ഡാഡി എന്ന് പറഞ്ഞും കൂടി ചെല്ലുവാണ്. മഹേഷിന് ഭയങ്കര ദേഷ്യമായിരുന്നു. രചനയെ കണ്ടുകൊണ്ട് ആ ഒരു ദേഷ്യം ചിപ്പിമോളുടെ അടുത്തേക്കും തീർക്കുവാണ്. ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചിപ്പിമോളെ അങ്ങോട്ട് മാറ്റുവാണ്. പെട്ടെന്ന് വിഷതിക്ക് വല്ലാത്തൊരു സങ്കടമായി. ചിപ്പിമോൾക്കും വല്ലാത്ത ബുദ്ധിമുട്ടായി. കാരണം പോയ മഹേഷ് അല്ല തിരിച്ചു വന്നേന്നുള്ള കാര്യം വിഷതിക്കും രചനയ്ക്കും ഒക്കെ മനസ്സിലായി. അപ്പത്തേനും രാമനാഥനും അങ്ങോട്ട് വന്നു. ഈ സമയത്ത് മഹേഷ് അവിടെ ഇരിക്കുവാണ്. ഇഷിത പറഞ്ഞു, എന്താ മഹേഷെ, കണ്ടില്ലേ കുഞ്ഞു നോക്കുന്നുണ്ട്, എങ്ങനെയാണോ ചിപ്പിമോളോട് പെരുമാറുന്നത് ചോദിക്കുക. എനിക്കറിയാം എങ്ങനെ പെരുമാറണമെന്ന്, നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളോട്, ഡാഡി എന്തിനാ അമ്മേനെ വഴക്ക് പറയണമെന്ന് ചോദിക്കാം. അതെ, ചിലപ്പോൾ വഴക്ക് പറഞ്ഞിരിക്കും, ചിലപ്പോൾ തല്ലിയെന്നും ഇരിക്കും. ഓഹോ അങ്ങനെയാണോ, അന്നൊന്ന് കണ്ടിട്ട് എന്നെ കാര്യം നിശ്ചിത പറയാണ്. ഇത് കേട്ട് ഞാൻ മഹേഷ് പറഞ്ഞു, വെറുതെ എന്നോട് വഴക്കടിക്കാൻ വരണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും രണ്ടും പറഞ്ഞ് ഇഷിതയായിട്ട് വഴക്കുണ്ടാക്കുവാണ്. ഈ സമയത്ത് മഹേഷിന് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. മഹേഷ് വാഷിംഗ് മെഷീനെ പോയി അങ്ങോട്ട് പോയി ഛർദ്ദിക്കുവാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ചിപ്പിമോൾ അവിടെ ഉണ്ടായിരുന്നു. ചിപ്പിമോൾക്ക് വല്ലാത്തൊരു വിഷമായിപ്പോയി. ഇഷിതയ്ക്ക് മനസ്സിലായി ആ കുഞ്ഞു മനസ്സിന് വല്ലാതെ വേദനയായിട്ടുണ്ടെന്ന്. ചിപ്പിമോള് ഫുഡ് പോലും കഴിക്കാതെ ഇരിക്കുമായിരുന്നു. കാരണം വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ചിപ്പിമോള് പറഞ്ഞു, അതെ ഞാൻ കിടക്കാൻ പോവാന്ന് പറയണം. ഇത് കേട്ടതും ഇഷിതയ്ക്ക് ഭയങ്കര സങ്കടമായി. മോള് ഫുഡൊന്നും കഴിച്ചില്ല, ബാ അമ്മ വാരിത്തരാന്ന് പറയണ. വേണ്ട എനിക്ക് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ എന്ത് ചെയ്യണം, മുറിയിലേക്ക് ചെന്നിട്ട് ചിപ്പിമോൾ അവിടെ കിടക്കുവാണ്. ഇഷിതയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം ചിപ്പിമോള് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഡാഡി അമ്മയും കൂടെ വരാൻ വേണ്ടിയിട്ട്, കുറച്ച് സമയം അവരോടൊപ്പം സംസാരിച്ചിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ വന്നത് 4 കാലയിലാണല്ലോ മഹേഷ്. പിന്നീട് മഹേഷ് വാഷിംഗ് മെഷീനെ പോയി ഛർദ്ദിച്ച കണ്ണാടിയിലേക്ക് നോക്കുവാണ്. മഹേഷിനെ സഹിക്കാൻ പറ്റിയില്ല. മഹേഷിന്റെ മനസ്സിൽ രചനയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു അപ്പോഴേക്കും വന്നത്. പെട്ടെന്ന് മഹേഷ് ദേഷ്യപ്പെടുവാണ്. വായി വന്ന് ചീത്തയെല്ലാം വിളിച്ചു പറയുവാണ് കണ്ണാടിക്കകത്ത് നോക്കിയിട്ട്. ഇത് കേട്ടോണ്ട് രാമനാഥൻ അങ്ങോട്ട് വന്നേ. രാമനാഥൻ പറഞ്ഞു, നീ എന്താടാ പറയണേ, നീ ആരായി പറയണേന്ന് ചോദിക്കണം. പെട്ടെന്ന് രാമനാഥനോർത്ത് ഇനി ഇഷിതേനെ പറയുന്നതാണോ, ഇഷിതയുമായിട്ടാണല്ലോ വഴക്കുണ്ടാക്കിയത്, അതാന്നോർത്ത് രാമനാഥൻ ദേഷ്യപ്പെടുവാണ്. മഹേഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാല് നീ ഇവിടെ മദ്യവെച്ചിട്ട് വന്നാണ്ടല്ലോ, പോയി കിടക്കടാന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ ചീത്ത പറയാണ്. പിന്നീട് മഹേഷ് അവിടെ ഛർദിയെല്ലാം കഴിഞ്ഞിരുന്ന സമയത്ത്
രാമനാഥൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും നിയന്ത്രണം വിട്ടുപോയി ഇഷിതയ്ക്ക്. ഇഷിത എന്നിട്ട് പറഞ്ഞു, ഒരു കണക്കിന് രചന പറഞ്ഞ് ശരിയാ, നിങ്ങൾക്ക് നിങ്ങളോട് മാത്രമേ സ്നേഹമുള്ളൂ, നിങ്ങളുടെ കുട്ടിയോട് പോലും സ്നേഹമില്ല. അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ദേ അവളെ അടുത്ത് വിളിച്ച് അവളുടെ അടുത്തിരുത്തി നിങ്ങളൊന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്താനും, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ നാലുകാലം കയറി വരില്ലായിരുന്നു. അവൾ എത്ര സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നേ. പക്ഷെ നിങ്ങളോ അവളുടെ അടുത്തിരുന്നിട്ട് ഫുഡ് കഴിക്കാനോ അതിന് പോലും നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ നാലുകാലം വന്നു നിങ്ങളുടെ സുഖ സൗകര്യം മാത്രം നോക്കുന്നു. ഇതാ പറഞ്ഞത്, രചന പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഈ മദ്യപാനം അല്ലാതെ നിങ്ങൾക്ക് ചിപ്പിമോൾ ഒരു സ്നേഹമില്ല. ആകാശിനോടും രചനയോടും ഉള്ള ദേഷ്യത്തിന് മാത്രം ചിപ്പിമോളെ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാന്നൊക്കെ പറയാണ്. ഇതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇഷിത അങ്ങോട്ട് പോവാണ്. ഇഷിത പോയിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് നേരെ ചെല്ലുന്നത് ചിപ്പിമോളുടെ മുറിയില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോള് പതുക്കെ കിടന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. ആകെപ്പാടെ വിഷമമായിപ്പോയി ഇഷിതയ്ക്ക്. വല്ലാത്ത സങ്കടമായി, പാവം കുഞ്ഞ്. പിന്നീട് നേരെ തിരിച്ചു വരുമ്പോഴത്തേനും മഹേഷ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. മഹേഷിന്റെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ഇഷിതയ്ക്ക് തോന്നി, ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കെട്ടി പെട്ടെന്നൊന്നും വിടുന്ന ലക്ഷണം കാണുന്നില്ല. പിന്നീട് ഇഷിത നേരെ ചെന്ന് ഇച്ചിരി മോരും വെള്ളം ഉണ്ടാക്കണം. മോരും വെള്ളം കൊണ്ടുവന്ന് മഹേഷിന് കൊടുക്കുന്നുണ്ട്. ഇതെങ്കിലും കുടിച്ച് ഇച്ചിരി കെട്ട് വിടട്ടേന്ന് ഓർത്തുണ്ട്. അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് നേരെ ഇഷിത ചിപ്പിമോളുടെ മുറിയിലേക്ക് വരുന്നത്. അങ്ങനെ മുറിയിലേക്ക് വന്നിട്ട് ചിപ്പിമോളെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുവാണ്. ചിപ്പിമോളുടെ മുടിയിലൊക്കെ തലോടി എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ആരൊക്കെ ഇല്ലെങ്കിലും തനിക്ക് ചിപ്പിമോളുണ്ടല്ലോ, അത് മാത്രം മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇഷിതയുടെ മനസ്സിൽ. ആ സമയത്ത് ചിപ്പിമോളെ ചേർത്ത് പിടിച്ച് കിടക്കുവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ മഹേഷിന്റെ കെട്ടൊക്കെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് നോക്കിയപ്പോൾ ചിപ്പിമോളും ഇഷിതയും കൂടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ അതൊക്കെ മഹേഷ് മുറിയിലേക്ക് വരുവാണ്. പിന്നീട് ചിപ്പിമോളെ തലയിലൊക്കെ തൊട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഇഷിത അറിഞ്ഞു. ഇഷിത പതുക്കെ ഒന്ന് മയങ്ങി വന്നോണ്ടായിരുന്നുള്ളൂ. കണ്ണു തുറന്ന് പതുക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന മഹേഷിനെ കണ്ടേ. ഇഷിതയ്ക്ക് മനസ്സിലായി എത്രമാത്രം ചിപ്പിമോളെ മഹേഷ് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നീട് മഹേഷ് പോയി കിടക്കുക. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ചിപ്പിമോളെ ഒരുക്കി വിടാനായിട്ട് ഇഷിത എഴുന്നേറ്റ് നേരത്തെ തന്നെ ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ ചിപ്പിമോൾക്ക് ഫുഡൊക്കെ വാരിക്കൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷ് അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നത്. മഹേഷ് വന്നിട്ടും ഇഷിത മൈൻഡ് പോലും ചെയ്തില്ല. ചിപ്പിമോളും ഒന്നും മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. കാരണം തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ചിപ്പിമോളുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നീട് മഹേഷ് വന്നിട്ട് ചിപ്പിമോളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഈ സമയത്ത് ഇഷിത മിണ്ടായിരുന്നു. പെട്ടെന്ന് മഹേഷ് എന്താ ഇഷിത നീ എന്താ സംസാരിക്കാതെ, ഒന്നും എന്നോട് മിണ്ടാത്ത എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്ന് പറയാണ്. അപ്പോഴേക്കാണ് രാമനാഥൻ അങ്ങോട്ട് വരുന്നത്. രാമനാഥൻ വന്നിട്ട് പറഞ്ഞു, ഓ നീ എഴുന്നേറ്റായിരുന്നോ, നിന്നെ സ്വഭാവത്തോടെ ആയിരുന്നു കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പറയാ. ഇന്നലെ നീ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞ് നിനക്ക് വല്ല ബോധം ഉണ്ടോന്ന് ചോദിക്കും. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇത് ആവർത്തിച്ചേക്കല്ല. ഇന്നലെ പിന്നെ നല്ല ഫിറ്റ് ആയതുകൊണ്ട് മാത്രം നിന്നോട് കൂടുതലൊന്നും പറഞ്ഞില്ല. പറയടാ, മാപ്പ് പറയാൻ പറയോ ഇവളോട്, ഇഷിതയോട്. ഇത് കേട്ടത് മഹേഷ് ചോദിച്ചു, ഞാൻ എന്തിനും മാപ്പ് പറയണം? മാപ്പ് പറയണേ എന്തിനാന്നോ? വെഡിങ് ആനിവേഴ്സറിക്കാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് നീ കാണിച്ചു കൂട്ട ഈ കോപ്രായങ്ങളൊക്കെ നീ ഞാൻ കൂടുതൽ പറയണോന്ന് ചോദിക്കും. മര്യാദയ്ക്ക് മാപ്പ് പറയണം. അവസാനം മഹേഷ് ഇഷിതയോട് മാപ്പ് പറയണം. ഇഷിതയ്ക്കാണെങ്കിൽ ആകപ്പാടെ വിഷമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ചിപ്പിമോളെ സ്കൂളിലേക്ക് കൊണ്ടേ വിടുവാണ്. സ്കൂൾ വിടാനായിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പോകാനായിട്ട് റെഡിയായിട്ട് മുറിയിലേക്ക് കയറി വരുമ്പോഴത്തേനും മഹേഷ് അവിടെ ഉണ്ടായിരുന്നു. മഹേഷിനോട് പറഞ്ഞു, നിങ്ങൾ ചിപ്പിമോളെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ, എവിടെ നിങ്ങൾ ചിപ്പിമോളെ സ്നേഹിക്കുന്നേ? നിങ്ങൾ ചിപ്പിമോളെ സ്നേഹിക്കുന്നില്ല, ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നൊക്കെ പറയണം. അത് മഹേഷിന് വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോയി. മഹേഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. പിന്നീട് ഇഷിതയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. വേറെ എന്ത് വെള്ളം പറഞ്ഞോ, ചിപ്പിമോളെ കുറിച്ച് മാത്രം പറയരുത്, അവൾ എൻ്റെ ജീവനാണ്, അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയക്കുവാണ്. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, മഹേഷ് എത്രമാത്രം ചിപ്പിമോളെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെയല്ലേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾ കാണാൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.